കോർപ്പറേഷന്റെ ഭാഗമാണ്. ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല. ഇതില് ഓരോരോ അഴിമതിന്റെ പേപ്പറുകൾ RTI വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത 5 ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു അഭ്യർത്ഥന, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, ഹമാസ്, ഗാസ, പാലസ്തീൻ, കാൾ മാർക്സ്, ഇതിനെ കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും, പറയും. പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ, ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള, അഴിമതി, വികസന ഇല്ലായ്മ, നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതിനെ കുറിച്ചെല്ലാം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കോർപ്പറേഷനിലെ വാഹനങ്ങൾ വാങ്ങി ഇട്ടതുമായി ബന്ധപ്പെട്ട ഈ റിക്ഷകൾ 50 ഈ റിക്ഷകളാണ് വാങ്ങിയത്. ആ ഈ റിക്ഷകളുടെ വാറണ്ടി തീരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്നു. വാറണ്ടി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് 1 മാസം ഉപയോഗിച്ചിട്ട് 50 ഓട്ടോറിക്ഷകളും ഇന്ന് എവിടെയാണെന്ന് അറിയാത്ത വിധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. സുലഭ ടോയ്ലറ്റ് 15-20 വർഷം മുമ്പ് ഇവിടെ വന്ന പദ്ധതിയാണ്. പാളയത്തും നമ്മുടെ പുത്തരിക്കണ്ടം കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ സുലഭ ടോയ്ലറ്റ് ഉണ്ട്, തമ്പാനൂരും ഉണ്ട്. ഇത് 15-20 വർഷം മുൻപ് തന്നെ നിർമ്മിച്ചതാണ്. എന്നാൽ ഇപ്പോ പാളയത്തും പുത്തരിക്കണ്ടത്ത് ചെന്ന് കഴിഞ്ഞാൽ സുലഭ ടോയ്ലറ്റിന്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന്. അതായത് സ്മാർട്ട് സിറ്റി വന്നത് 2017-ലാണ്. 2015 വർഷം മുമ്പ് വന്ന പദ്ധതിയിൽ ഒന്ന് പെയിന്റ് ചെയ്ത് തറയിലുള്ള കുറച്ച് വേറെ ടൈൽ ഇട്ടിട്ട് 1.5 കോടി രൂപയാണ്. നമസ്കാരം, ലലി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ അഴിമതികളുടെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് BJP നടത്തുന്നത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുകമറ സൃഷ്ടിക്കാൻ LDF ശ്രമിക്കേണ്ട എന്ന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് ഇന്നും BJP രംഗത്തെത്തുന്നു. 20,000-ഓളം രൂപയുടെ വികസനങ്ങൾ, 20,000-ഓളം കോടി രൂപയുടെ വികസനങ്ങൾ തിരുവനന്തപുരത്ത് സാധ്യമാക്കി എന്ന് പറയുന്ന LDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം വലിച്ചു കയറിയിരിക്കുകയാണ് BJP. കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് BJPയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ. വികസനം ആത്മാർത്ഥമായി നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഴിമതി നടത്താനുള്ള താല്പര്യം ഉണ്ടാകില്ല. LDFന്റെ ഭരണസമിതി കാലാകാലങ്ങളിൽ തിരുവനന്തപുരം നഗരം ഭരിച്ച സമയത്ത് വികസനം എന്നുള്ള ആ ലക്ഷ്യം ഈ ഭരണസമിതികൾക്കും മേയർമാർക്കും ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് LDFന്റെ ഭരണസമിതികൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികൾ. ഈ അഴിമതികൾ പുറത്തു വരുന്ന സമയത്ത് അതിനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് LDFന്റെ നേതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയും അഴിമതികളുടെ സത്യങ്ങൾ പുറത്തു വരും. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് പുറത്തു വരുന്നു എന്നാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി ജോയ്, CPMന്റെ ജില്ലാ സെക്രട്ടറി ജോയും പ്രശാന്ത് MLAയും പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഈ അഴിമതികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ മുമ്പ് ഇത് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിനെ പുകമറ സൃഷ്ടിച്ച് ഇത് മറയ്ക്കാമെന്ന് CPM ശ്രമിക്കേണ്ട. ഇനിയും അഴിമതികളുടെ സത്യങ്ങൾ പുറത്തു വരും. ഇന്ന് 2ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന CPM കഴിഞ്ഞ 10 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ്. ഈ 10 കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിന്റെ വികസനത്തിന്റെ പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ CPM ഭരണം 20,000 കോടി അപ്രോക്സിമേറ്റ്ലി കാശ് ചെലവാക്കി. 10 കൊല്ലത്തിൽ 20,000 crores
ആണ് അവര് ഇവിടെ ചെലവാക്കിയത്. ഇന്നലെ ഞങ്ങള് മുമ്പോട്ട് വെച്ച ഒരു അഴിമതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു. പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ, തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം, സുവേജ് പ്രശ്നം, ഡ്രെയിനേജ് പ്രശ്നം, നല്ല റോഡിന്റെ പ്രശ്നം, സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല, ഇവിടെ നടക്കുന്ന അഴിമതി. ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല. ഇതില് ഓരോരോ അഴിമതിന്റെ പേപ്പറുകൾ RTI വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത 5 ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു. എന്റെ ഒരു അഭ്യർത്ഥന, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, ഹമാസ്, ഗാസ, പാലസ്തീൻ, കാൾ മാർക്സ്, ഇതിനെ കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും, പറയും. പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ, ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള, അഴിമതി, വികസന ഇല്ലായ്മ, നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതിനെ കുറിച്ചെല്ലാം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഈ അഴിമതിയുടെ, അന്തമില്ലാത്ത അഴിമതിയുടെ ഓരോ എപ്പിസോഡായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും കരുത്തുറ്റൊരു പോരാട്ടമാണ് തിരുവനന്തപുരത്ത് അഴിച്ചുവിട്ടിരിക്കുന്നത്. അഴിമതിയെക്കുറിച്ച് പറയുന്നത്, അഴിമതിക്ക് സംബന്ധിച്ചുള്ള രേഖകൾ മുഴുവൻ വിവരാവകാശ പ്രകാരം എടുത്തിട്ടും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആധികാരികമായിട്ട് മുന്നിൽ വച്ചുകൊണ്ടുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അഴിമതി കേവലം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടുള്ള നീതി, തിരുവനന്തപുരം നഗരത്തെ ഇത്രയും കാലം കൊള്ളയടിച്ച ശിവൻകുട്ടി, കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടം മുതൽ ഇതുവരെ കൊള്ള മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളയെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നഗരവകുപ്പ് മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഫണ്ടുകളിൽ തിരിമറി കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് കണ്ട് അതിനുവേണ്ടിയുള്ള കത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ നൽകിയത്. അതുകൊണ്ട് ഇതിന്റെ സ്വാഭാവികം, അഴിമതിക്കാരെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും. ഇലക്ഷൻ 9-ാം തീയതി കഴിയും. പക്ഷെ തിരുവനന്തപുരത്തെ വഞ്ചിച്ച് ചതിച്ച് കൊള്ളയടിച്ച അന്തമില്ലാത്ത അഴിമതി നടത്തിയിട്ടുള്ള ഈ മാർക്സിസ്റ്റ് അഴിമതി സംഘത്തെ, അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതുവരെ BJPയുടെ ഈ പോരാട്ടം തുടരും. ഈ പോരാട്ടം BJPയുടെ കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ആരംഭിച്ച പോരാട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന പോരാട്ടമാണ്. ആ പോരാട്ടം ഞങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സാധാരണ നിലയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അഴിമതികൾ അതാത് സംസ്ഥാന സർക്കാർ മൂടിവെച്ച് തീർക്കുന്ന പണിയാണുള്ളത്. അനുവദിക്കില്ല. ഇത് കേന്ദ്ര ഫണ്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അന്വേഷണം നേരിടേണ്ടി വരും എന്നുള്ളതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് നമുക്കറിയാം. ഒന്ന്, വാട്ടർ പ്യൂരിഫയറിനെ സംബന്ധിച്ചുള്ള അഴിമതിയാണ് ഈ വീഡിയോയിൽ കണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ 2020-21 2 കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെലവഴിച്ചതും അതിനെ സംബന്ധിച്ച് സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത കുടുംബശ്രീയെ അത് ഏൽപ്പിച്ചതും ആ കുടുംബശ്രീ എത്ര വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങൾ
നൽകി എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പേരിൽ നടന്നിരിക്കുന്ന 2 കോടി രൂപയുടെ അഴിമതിയാണ്. കോർപ്പറേഷനിലെ വാഹനങ്ങൾ വാങ്ങി ഇട്ടതുമായി ബന്ധപ്പെട്ട ഈ റിക്ഷകൾ 50 ഈ റിക്ഷകളാണ് വാങ്ങിയത്. ആ ഈ റിക്ഷകളുടെ വാറണ്ടി തീരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്നു. വാറണ്ടി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് 1 മാസം ഉപയോഗിച്ചിട്ട് 50 ഓട്ടോറിക്ഷകളും ഇന്ന് എവിടെയാണെന്ന് അറിയാത്ത വിധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അതിഗൗരവത്തിലുള്ള വിഷയമാണ്. ഇത് ലോക്കൽ റിപ്പോർട്ടിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അതാണ് ഞങ്ങളിവിടെ വച്ചേക്കുന്നത്. അടുത്തതായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള 1629 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവരമാണ്. അതില് ഏകദേശം 5,33,55,366 രൂപ മുടക്കിയാണ് ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയത്. പക്ഷേ ഈ 1629 ലാപ്ടോപ്പുകൾ ആർക്ക് കൊടുത്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. അതിന്റെ പുറത്ത് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ലഭ്യമല്ല എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഒരന്വേഷണവും അതിനെ തുടർന്ന് നടന്നിട്ടില്ല. തെരുവുനായ ശല്യത്തിന് വേണ്ടി ഇവിടെ ചെലവഴിച്ചത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 2,21,39,043 രൂപ ചെലവഴിച്ചു. 8,855 തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ചു എന്നാണ് റിപ്പോർട്ട്. അത് കളവായിട്ടുള്ള റിപ്പോർട്ടാണെന്നും അതിനെ സംബന്ധിച്ച് രേഖകളില്ല എന്നും ഉള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ തുടർന്ന് ആരാണ് ഉത്തരവാദി എന്ന് മാത്രം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഉത്തരവാദി മറ്റാരുമല്ലല്ലോ, ഈ നഗരസഭ ഭരിക്കുന്ന മേയറും അവരുടെ സംഘവുമാണ് അതിന് ഉത്തരവാദി. മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഉത്തരവാദി. അത് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 1,32,75,480 രൂപ ചെലവഴിച്ച് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചു. ആ സോളാർ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചത് അനർട്ടിനെയാണ്. അനർട്ടിന് 5 കോടിയിൽ പരം രൂപയുടെ ടെൻഡർ എടുക്കാനുള്ള അധികാരമില്ല. അങ്ങനെയുള്ള അനർട്ടിനെ 1,32,75,480 രൂപയുടെ ടെൻഡർ നടപടികൾ ഏൽപ്പിച്ചു. അങ്ങനെ 5 കോടിയിൽ പരം ടെൻഡർ എടുക്കാൻ അധികാരമില്ലാത്ത അനർട്ട് ഇത്രയും വലിയ തുകയ്ക്കുള്ള കരാർ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു. ആ പണിയും അവതാളത്തിലായി എന്നുള്ളത് സർക്കാർ ഓഫീസുകളിൽ പോകുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ചും വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇതെല്ലാം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ രേഖയുണ്ട്. അതുകൂടാതെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ വലിയ ബണ്ടിലുകൾ മുഴുവൻ ഈ നഗരസഭയുടെ അഴിമതിയുടെ പാണ്ടക്കെട്ടുകളാണ്. ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള രേഖകളാണ്, സംസാരിക്കുന്ന രേഖകളാണ്, കാണാൻ കഴിയുന്ന രേഖകളാണ്, ബോധ്യപ്പെടുന്ന രേഖകളാണ്. അതുകൊണ്ട് ഈ അഴിമതിയുടെ പങ്കാളികളായിട്ടുള്ള ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവസാനം വരെ ഈ പോരാട്ടം BJP തുടരും എന്നാണ് ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.